നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം തൃശൂർക്കാരുടെ മാത്രം പൂരമല്ലെന്നും ലോകമെമ്പാടുമുള്ള മലയാളികളുടെ അഭിമാനമാണ് തൃശൂർ പൂരമെന്നും ചാണ്ടി ഉമ്മൻ MLA. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഒരുക്കുന്ന തൃശൂർ പൂരം സർവീസ് 2026 തുടക്കം. 24 സാമ്പിൾ വെടിക്കെട്ട്, 25 പൂര വിളംബരം. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം ഏപ്രിൽ 26. ആതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണം. ആതിരപ്പള്ളി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ടാറ്റ സുമോ വാൻ കാട്ടാന തകർത്തു. ചേലക്കര തോന്നൂർക്കരയിൽ വീണ്ടും കാട്ടാന. വനപാലകർ കാട്ടാനകളെ തുരത്തി. മലമ്പുഴ അകമലവാരം അയ്യപ്പൻ പൊറ്റയിൽ കാട്ടാന ചെരിഞ്ഞു. സ്വകാര്യ എസ്റ്റേറ്റിലെ വൈദ്യുതി വേലിയിൽ നിന്നും ഷോക്കേറ്റതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. യുവാവിനെ ട്രെയിനിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. ആറ്റൂർ അർഫ സ്കൂൾ സ്റ്റോപ്പിന് സമീപമുള്ള റെയിൽവേ ട്രാക്കിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏകദേശം 24 വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവ് ഒഡീസ സ്വദേശിയെന്ന് പ്രാഥമിക നിഗമനം. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം തൃശൂർക്കാരുടെ മാത്രം പൂരമല്ലെന്നും ലോകമെമ്പാടുമുള്ള മലയാളികളുടെ അഭിമാനമാണെന്നും ചാണ്ടി ഉമ്മൻ MLA. തൃശൂർ പൂരത്തിനോടനുബന്ധിച്ച് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഒരുക്കുന്ന തൃശൂർ പൂരം സർവീസിൻ 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തെ ഏതു കോണിലുള്ള മലയാളികളും ഒരുപോലെ നെഞ്ചിലേറ്റുന്ന ആഘോഷമാണ് പൂരമെന്നും അവിടെ എത്തുന്ന ജനലക്ഷങ്ങൾക്ക് സുരക്ഷയും സഹായവും ഒരുക്കാൻ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് മുന്നോട്ട് വരുന്നത് അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ വലിയ പ്രത്യേക താല്പര്യവും അതുപോലെ അവരുടെ പൂർണ്ണമായിട്ടുള്ള സേവനം, വിദ്യാർത്ഥികളുടെ സേവനം ഇത് ലഭ്യമാക്കുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. തൃശ്ശൂർ പൂരം എന്നുള്ളത് തൃശ്ശൂരിന്റെ മാത്രമല്ല, തൃശ്ശൂരിന്റെ വേറെ നിൽക്കുന്നുണ്ട്, തൃശ്ശൂരാണ് നിങ്ങളല്ല, പക്ഷെ തൃശ്ശൂരിന്റെ മാത്രം പരിപാടിയല്ല, കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോടുന്നതാണ്. കേരളത്തിന്റെ ആത്മീയ തലസ്ഥാനമായി തൃശ്ശൂർ മാറുന്ന ഒരു സമയമാണത്. തീർച്ചയായിട്ടും തൃശ്ശൂർ പൂരം കേരളത്തിന്റെ തന്നെ അഭിമാനമായ, കേരളത്തിന്റെ ആത്മീയമായ ഒരു കലവറയാണ്. തീർച്ചയായിട്ടും ആ ഒരു പരിപാടിക്ക് ഇവിടുത്തെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഭാഗമാകുമ്പോൾ അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിക്ക് വലിയ കരുത്താണ് അത് കിട്ടുന്നത്. പ്രൊഫസർ ഡോക്ടർ EU രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ മുഖ്യാതിഥിയായിരുന്നു. പൂരനഗരിയിലെ സേവന പ്രവർത്തനങ്ങളിൽ 100-ൽ പരം സീനിയർ റോവേഴ്സും റേഞ്ചേഴ്സുമാണ് ഇത്തവണ മുഖ്യ പങ്കാളികളായി അണിനിരക്കുന്നത്. സീനിയർ സ്കൗട്ട് മാസ്റ്റർ CA തോമസ്, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ജില്ലാ ട്രഷറർ AA ജെയ്സൺ, അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് കമ്മീഷണർ VS ഡേവിഡ്, ഗ്രൂപ്പ് ലീഡർ ജോസി B ചാക്കോ, ഫെമി ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പൂരക്കാലത്ത് സന്നദ്ധ സേവനത്തിന് മുന്നോട്ട് വന്ന റോവേഴ്സിനെയും റേഞ്ചേഴ്സിനെയും ചടങ്ങിൽ അഭിനന്ദിച്ചു. റേഞ്ചേഴ്സ് സംഘങ്ങൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സജീവമായി സേവനമനുഷ്ഠിക്കും. ഗതാഗത നിയന്ത്രണം, നഗരത്തിലെ ഗതാഗതം സുഗമമാക്കൽ, പോലീസിനൊപ്പം സ്കൗട്ട്സ് വളണ്ടിയർമാരും കൈകോർക്കും. ഏപ്രിൽ 23 മുതൽ 25 വരെ നടക്കുന്ന ചമയ പ്രദർശനങ്ങൾ കാണാനെത്തുന്ന വൻ ജനത്തിരക്ക് നിയന്ത്രിക്കാൻ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളുടെ പ്രത്യേക സേവനം ലഭ്യമാക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണം. ആതിരപ്പള്ളി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ടാറ്റ സുമോ വാൻ കാട്ടാന തകർത്തു. വാനിലുണ്ടായിരുന്നവർ ഇറങ്ങി ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചേലക്കര തോന്നൂർക്കരയിൽ വീണ്ടും കാട്ടാന ഇറങ്ങിയത് ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ആനകളെ തിരികെ കാട്ടിലേക്ക് കയറ്റുകയും ചെയ്തു. തോന്നൂർക്കര ചോലത്തോടി ഉന്നതിയിലാണ് കാട്ടാന ഇറങ്ങിയത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും 3 ആന ഈ പ്രദേശത്ത് ഒരു 5:30-ക്ക് ശേഷം വന്നു നിൽക്കുകയാണ്. വളരെ ജനങ്ങളെ വളരെയധികം പേടിയോട് കൂടിയിട്ടാണ് ഇതിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ അത് അറിഞ്ഞപ്പോഴാണ് ഞങ്ങളെല്ലാവരും ഓടി വരികയും ഫോറസ്റ്റ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പടക്കം പൊട്ടിച്ച് പരമാവധി ദൂരേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഫോറസ്റ്റ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇവിടെ KSEBയുടെ ഒരു അനാസ്ഥ എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ മുഴുവൻ തന്നെ പല സ്ഥലങ്ങളിലും കേബിള് വലിച്ചിട്ട് അതൊന്ന് കണക്ട് ചെയ്യാൻ ഉള്ള ഒരു സാമാന്യ മര്യാദയോ അല്ലെങ്കിൽ ജനങ്ങളോടുള്ള ഒരു കടപ്പാടുണ്ടോ അത് ചെയ്യേണ്ടതാണ്. മാസങ്ങളായി പല പ്രാവശ്യം പറഞ്ഞിട്ടും KSEB അത് കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോവുകയാണ്. മലമ്പുഴ അകമലവാരം അയ്യപ്പൻ പൊറ്റയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വനത്തിനോട് ചേർന്ന സ്വകാര്യ എസ്റ്റേറ്റിലെ വൈദ്യുതി വേലിയിൽ നിന്നും ഷോക്കേറ്റതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. എസ്റ്റേറ്റിന് സമീപം ഒഴുകുന്ന നീർച്ചാലിലാണ് 20 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആനയുടെ ജഡം കിടന്നിരുന്നത്. വിറക് ശേഖരിക്കാൻ പോയ പ്രദേശവാസികളാണ് ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടത്. വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ ആനയ്ക്ക് ആഴത്തിലുള്ള നീർച്ചാലിൽ നിന്ന് എളുപ്പം കയറാൻ കഴിയാതിരുന്നതാണ് ചരിയാൻ ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. വാളയാർ ഫോറസ്റ്റ് റേഞ്ച് സംഘവും KSEB അധികൃതരും പരിശോധന നടത്തുന്നുണ്ട്. മരണകാരണം എന്തെന്നറിയാൻ പോസ്റ്റ്മോർട്ടം കഴിയേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
യുവാവിനെ ട്രെയിനിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കാണപ്പെട്ടു. ആറ്റൂർ അർഫ സ്കൂൾ സ്റ്റോപ്പിന് സമീപമുള്ള റെയിൽവേ ട്രാക്കിലാണ് യുവാവിനെ കണ്ടത്. ഏകദേശം 24 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒഡീസ സ്വദേശിയാണെന്നാണ് പ്രാഥമിക നിഗമനം. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് മൃതദേഹം കണ്ടത്. ആളെ തിരിച്ചറിയാനായിട്ടില്ല. ഒഡീസ സ്വദേശിയാണെന്നാണ് നിഗമനം. ഏകദേശം 24 വയസ്സ് പ്രായമുള്ള യുവാവാണ്. ചെറുതുരുത്തി പോലീസ്, മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് അംഗം MH അബ്ദുൾ സലാം, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വിസ്മയങ്ങളുടെ ആനന്ദക്കാഴ്ച ഒരുക്കി കോട്ടായി പെരുങ്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ വേലമഹോത്സവം. വർണ്ണപ്പൊലിമ തീർത്ത വേലമഹോത്സവത്തിന് ആയിരങ്ങൾ സാക്ഷിയായി. കല്ലൂർ കുഞ്ഞിക്കുട്ടൻ മാരാട് സംഘവും അണിനിരന്ന പഞ്ചവാദ്യം, ശിങ്കാരിമേളം, മിറർ ഡാൻസ്, മ്യൂസിക് ഫ്യൂഷൻ, നാടൻ കലാരൂപങ്ങൾ ഉൾപ്പെടെ ഗജവീരന്റെ അകമ്പടിയോടുകൂടി എഴുന്നള്ളത്ത് നടന്നു. മടത്തിൻപടി, മേദിയ, വടക്കേപ്പുര, എടക്കാട്ടുപടി, കോഴിയോട്, അയ്യങ്കുളം എന്നീ ദേശവേലകൾ ചെമ്പൈ ശിവക്ഷേത്ര മൈതാനത്തിൽ സംഗമിച്ച് രാത്രിയാണ് കാവു കയറിയത്. നാഗർകോവിൽ മില്ലേനിയം മെഗാ വോയ്സിന്റെ ഗാനമേളയും നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കടുത്ത ചൂടിൽ യൂത്ത് കോൺഗ്രസിന്റെ സംഭാര വിതരണം. കോട്ടായി പെരുങ്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ വിഷുവേലയ്ക്ക് എത്തിയവർക്കാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഔഷധക്കൂട്ടാൽ തയ്യാറാക്കിയ സംഭാരം വിതരണം ചെയ്തത്. വേങ്ങശ്ശേരി അകവണ്ട കമ്പംകുളം പുതുക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഉച്ചയ്ക്ക് നടന്ന പ്രസാദ ഊട്ടിൽ 1000ഓളം ഭക്തർ പങ്കെടുത്തു. രാവിലെ അഭിഷേകം, മലർനിവേദ്യം, ഗണപതി ഹോമം, ഭദ്രകാളി പൂജ, ഉഷപൂജ, സർപ്പപൂജ എന്നിവയും നടന്നു. തുടർന്ന് രക്ഷസ് പൂജ, പഞ്ചഗവ്യ കലശം, നവക കലശം, ഭഗവതിക്ക് അഭിഷേകം, അലങ്കാര പൂജ, ഉച്ചപൂജ, ഭദ്രകാളി പൂജയും നടന്നു. ബ്രഹ്മശ്രീ പനാവൂർ കുട്ടനമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് നടന്ന പ്രസാദ ഊട്ടിൽ 1000ഓളം ഭക്തർ പങ്കെടുത്തു. വൈകിട്ട് ഭഗവത് സേവ, ദീപാരാധന, അത്താഴപൂജ, വാർഷികമായ താപസന്റെ സാന്നിധ്യത്തെ പത്മത്തിൽ ആവാഹിച്ച് പൂജ എന്നിവയും ഉണ്ടായി. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കൈകൊട്ടിക്കളി, മറ്റു കലാപരിപാടികളും അരങ്ങേറി. പ്രതിഷ്ഠാദിന വാർഷികം സമുചിതമായി ആഘോഷിക്കാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സഹോദര അനുഗ്രഹം ഉണ്ടാവട്ടെ. അത് ഉണ്ടാവുന്നതിനാണ് വിശ്വാസം. ഞങ്ങൾ അർപ്പണ മനോഭാവത്തോടു കൂടി എല്ലാവരും കൈ മെയ് മറിഞ്ഞ് സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. താന്ത്രിക കർമ്മങ്ങൾ, ഭദ്രകാളിക്ക് പത്മവിട്ട് പൂജ കഴിച്ചു. ഉപദേവന്മാരായിരിക്കുന്ന ശിവൻ, അവതാര വിഷ്ണു, ഹനുമാൻ, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, നാഗം ഇവർക്ക് പത്മവിട്ട് പൂജ കഴിച്ചു. നവകം പഞ്ചഗവ്യം പൂജ കഴിച്ച്, കലശപൂജ കഴിച്ച് ദേവിയുടെ ചൈതന്യവർദ്ധനയ്ക്ക് വേണ്ടിയിട്ട് പഞ്ചഗവ്യാഭിഷേകം നടത്തി. അതിൻ്റെ പുറമെ നവക കലശം അഭിഷേകം ചെയ്ത് ദേവിയെ പരിപൂർണ ചൈതന്യവർത്തായിട്ട് ഇരിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പൂരം തൃശൂർക്കാരുടെ മാത്രം പൂരമല്ലെന്നും ലോകമെമ്പാടുമുള്ള മലയാളികളുടെ അഭിമാനമാണ് തൃശൂർ പൂരമെന്നും ചാണ്ടി ഉമ്മൻ MLA. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഒരുക്കുന്ന തൃശൂർ പൂരം സർവീസ് 2026 തുടക്കം. 24 സാമ്പിൾ വെടിക്കെട്ട്, 25 പൂര വിളംബരം. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം ഏപ്രിൽ 26. ആതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണം. ആതിരപ്പള്ളി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ടാറ്റ സുമോ വാൻ കാട്ടാന തകർത്തു. ചേലക്കര തോന്നൂർക്കരയിൽ വീണ്ടും കാട്ടാന. വനപാലകർ കാട്ടാനകളെ തുരത്തി. മലമ്പുഴ അകമലവാരം അയ്യപ്പൻ പൊറ്റയിൽ കാട്ടാന ചെരിഞ്ഞു. സ്വകാര്യ എസ്റ്റേറ്റിലെ വൈദ്യുതി വേലിയിൽ നിന്നും ഷോക്കേറ്റതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. യുവാവിനെ ട്രെയിനിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. ആറ്റൂർ അർഫ സ്കൂൾ സ്റ്റോപ്പിന് സമീപമുള്ള റെയിൽവേ ട്രാക്കിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏകദേശം 24 വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവ് ഒഡീസ സ്വദേശിയെന്ന് പ്രാഥമിക നിഗമനം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.